മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരു ജ്യോതിഷ ആചാര്യൻ നടത്തിയ ഒരു ജ്യോതിഷ സെമിനാറിൽ പങ്കെടുക്കാൻ 2 ദിവസം മുമ്പ് എനിക്ക് ഭാഗ്യമുണ്ടായി. വളരെയധികം ഇന്റലക്ച്വലി ഉയർന്ന ഒരു സദസ്സായിരുന്നു. അതിൽ ജ്യോതിഷത്തെക്കുറിച്ച് ഞാൻ ക്ലാസ് എടുത്തു. പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞത് ജ്യോതിഷത്തെ 3 ആയിട്ട് തിരിക്കണം. ഇതിൽ മാത്തമാറ്റിക്സ് പാർട്ട് പ്യുവർ സയൻസ് ആണ്, അസ്ട്രോണമി പ്യുവർ സയൻസ് ആണ്, പ്രഡിക്ഷൻ പാർട്ട് സയൻസ് അല്ല, പക്ഷെ പ്രയോജനപ്പെട്ടതാണ്. സയൻസ് അല്ലാത്തത് നമ്മൾ കോളേജുകളിൽ പഠിക്കുന്നുണ്ട്, ജീവിതത്തിൽ പകർത്തുന്നുണ്ട്. അതുകൊണ്ട് സയൻസ് ആയത് മാത്രമേ പഠിക്കാവൂ, പ്രയോഗിക്കാവൂ എന്നൊന്നുമില്ല. നമ്മുടെ പൈതൃകം പോലെ ലോകത്തിലെ ഏത് അറിവുകളും പ്രയോജനപ്പെടുത്താം. പ്രയോജനപ്പെടുത്തുന്നവർ ശരിക്കല്ലാതെ അത് പ്രയോജനപ്പെടുത്തുന്നതായിട്ട് ധരിപ്പിച്ചാലാണ് പ്രശ്നം ഉണ്ടാവുന്നത്. ആധുനിക ഔഷധശാസ്ത്രം, മെഡിക്കൽ സയൻസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല, അത് കൈകാര്യം ചെയ്യുന്നവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആധുനിക സിവിൽ എഞ്ചിനീയറിംഗ് പ്രശ്നം ഉണ്ടാക്കുന്നില്ല, അത് കൈകാര്യം ചെയ്യുന്നവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആധുനിക നിയമങ്ങൾ പ്രശ്നം ചെയ്യുന്നില്ല, അത് ഉണ്ടാക്കുന്നവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ മതമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, മതം കൈകാര്യം ചെയ്യുന്നവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ജ്യോതിഷമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഭാരതീയ അറിവുകൾ, അതാണ് ഞാൻ ഈ ചെറിയ 10 മിനിറ്റിലുള്ള ഡിസ്കഷനിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് ഏത് ലോകത്തിലും നിലനിൽക്കുന്ന വിധത്തിലുള്ള അറിവുകളാണ്. ഞാൻ അവിടെ ആ ക്ലാസ്സിൽ പറഞ്ഞു, ആരാധ്യനായ പണ്ട് ഇടതുപക്ഷ ചിന്താഗതിക്കാരനായി പിന്നീട് ജ്യോതിഷം പഠിപ്പിച്ച് പ്രശ്നം വെക്കുകയും ജ്യോതിഷ ക്ലാസ് എടുക്കുകയും വേദാംഗ ഗവേഷണശാല തുടങ്ങുകയും ചെയ്ത സംപൂജ്യനായിട്ടുള്ള ഡോക്ടർ ധർമ്മരാജ അയ്യർ സാറ് കേരള യൂണിവേഴ്സിറ്റിയിലെ സയൻസിന്റെ ഡീനായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് നടത്തിയ സെമിനാറിലാണ് ഞാൻ പോയത്. ഞാൻ അവിടെ വളരെ ഭംഗിയായിട്ട് പറയുകയുണ്ടായി. 1960-65കളിലുള്ള ഒരു മെഡിസിനും മോഡേൺ സയൻസ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിസിനും ഇന്ന് മാർക്കറ്റിൽ ഇല്ല. അതിൻ്റെ സൈഡ് എഫക്റ്റും പോയിസണസ് എഫക്റ്റും കാരണം അതെല്ലാം നിരോധിച്ചു. ആധുനിക മരുന്നുകളുടെ നിരോധന പട്ടിക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പത്രമാധ്യമങ്ങളിൽ കാണാറുണ്ട്. പക്ഷെ 2500 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ സഹസ്രയോഗം എന്ന പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന 1000ഓളം ആയുർവേദ മരുന്നുകളിൽ ഒരെണ്ണവും ഇതുവരെ നിരോധിച്ചിട്ടില്ല. ഒരു രാസ ചികിത്സയിൽ, കെമിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിൽ ചില രാസവസ്തുക്കളെ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഒരു ആയുർവേദ മരുന്ന് നിരോധിച്ചിട്ടില്ല. ഞാൻ അവരോട് പറഞ്ഞു, 2500 വർഷത്തെ പാരമ്പര്യം ഇന്നും തുടരുന്നു. സപ്തസ്വരങ്ങളില്, ഭാരതത്തിൻ്റെതായിട്ടുള്ള സപ്തസ്വരങ്ങളില് ഒരു സ്വരവും കൂട്ടിച്ചേർക്കുകയോ ഒരു സ്വരവും കുറയ്ക്കുകയോ ചെയ്യേണ്ടി വന്നിട്ടില്ല. 7ൽ തന്നെയാണ് ശാർങ്ങധരന്റെ സംഗീതരത്നാകരത്തിൽ ഇന്ന് നിൽക്കുന്നത്. അതേപോലെ നോക്കുക, ഭാരതത്തില് സംസ്കൃത വാക്കുകളില് സമുജ്വലമായ ഗ്രാമർ എഴുതിയ പാണിനിയും അതേപോലെ തന്നെ പതഞ്ജലിയുടെ മഹാഭാഷ്യവും പാണിനിയുടെ വ്യാകരണവും അതേപോലെ ഇന്ന് നിലനിൽക്കുന്നു, മാറ്റേണ്ടി വന്നിട്ടില്ല. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തില് പ്രത്യേകിച്ചൊന്നും ചേർക്കേണ്ടതുമില്ല, കളയേണ്ടതുമില്ല. പെർഫെക്റ്റ് ആയിട്ട് ഒരു നാട്യശാസ്ത്രം എഴുതിയ വ്യക്തിയാണ് ഭരതമുനി. ഇന്നും നാട്യശാസ്ത്രം ഏതെല്ലാം ശാഖകളിലൂടെ വളർന്നാലും അതിൽ മാറ്റം വരുത്തേണ്ടി വന്നിട്ടില്ല. സംഗീതത്തിൽ എത്ര രാഗങ്ങൾ ഉണ്ടായിരുന്നോ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, പഠിച്ചത് ശരിയാണെങ്കിൽ 72, ആ രാഗങ്ങളെക്കാൾ കൂടുതൽ ഒരു രാഗങ്ങൾ ഉണ്ടാക്കാനോ കുറയ്ക്കാനോ സാധിച്ചിട്ടില്ല. താളങ്ങളുടെ എണ്ണവും കൂട്ടാനോ കുറയ്ക്കാനോ സാധിച്ചിട്ടില്ല. ഈ നാട്ടിലുണ്ടായതിൽ ഒന്നിലും മാറ്റം വരുത്തേണ്ടി വന്നിട്ടില്ല. ആധുനിക ശാസ്ത്രം തന്നതിൽ പലതിലും മാറ്റം വരുത്തേണ്ടി വന്നു.
പ്ലാസ്റ്റിക്കുകൾ ആധുനിക ശാസ്ത്രത്തിന്റെ കോൺട്രിബ്യൂഷനാണ്, അത് നിരോധിക്കേണ്ടി വന്നു. അനവധി കീടനാശിനികൾ ആധുനിക ശാസ്ത്രത്തിന്റെ കോൺട്രിബ്യൂഷനാണ്, നിരോധിക്കേണ്ടി വന്നു. ഓസോണിന്റെ അലിഞ്ഞുപോക്ക് തടയാൻ CFC ആധുനിക കോൺട്രിബ്യൂഷനാണ്, നിരോധിക്കേണ്ടി വന്നു. നമ്മുടെ ചെടികളിലും മറ്റും ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സും ബാക്കി ഫംഗിസൈഡ്സും നിരോധിക്കേണ്ടി വന്നു. പഴയ ബയോ പെസ്റ്റിസൈഡ്സിലേക്ക് പോവേണ്ടി വന്നു. കൃഷിക്ക് ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ വളങ്ങളെ കൺട്രോൾ ചെയ്ത് ജൈവവളങ്ങളിലേക്ക് പോകേണ്ടി വന്നു. നമ്മളുടെ ആധുനിക ഭക്ഷണ ക്രമങ്ങൾ പുറകോട്ട് പോകണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ തറവാട്ടുകളിൽ നടന്നിരുന്ന സദ്യകളിലേക്ക് തിരിച്ച് കാലം പോകുന്നു. ആഘോഷങ്ങൾ പലതും പഴയ ആഘോഷങ്ങളിലേക്ക് പോകുന്നു. കലകൾ പലതും പഴയ കലകളിലേക്ക് പോകുന്നു. മൺമറഞ്ഞു പോയ കലകളും കായികങ്ങളും തിരിച്ചു കൊണ്ടുവരാൻ അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും ശ്രമിക്കുന്നു. ക്ഷേത്ര കലകളെയും ക്ഷേത്രവാദ്യങ്ങളെയും ക്ഷേത്രാനുഷ്ഠാനങ്ങളെയും തിരിച്ചു കൊണ്ടുവരാൻ അറിഞ്ഞോ അറിയാതെയോ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ശ്രമിക്കുന്നു. പഴയതിന്നും ചൈതന്യത്തോടുകൂടി നിൽക്കുന്നത് കൊണ്ട് ജ്യോതിഷം എന്ന വിഷയവും ചൈതന്യത്തോടുകൂടി നിലനിൽക്കും. ധന്യമായിട്ട് മനുഷ്യന് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ അതില് പ്രവചന ഭാഗത്തില് പ്രഡിക്ഷൻ പാർട്ടില് നൂറുകണക്കിന് കാര്യങ്ങളുള്ളത് അതിനെ ന്യായീകരിക്കാനോ അത് ഇന്ന കാരണം കൊണ്ടുണ്ടായതാണെന്ന് വാദിക്കാനോ ജയിക്കാനോ ശ്രമിക്കുന്നത് അബദ്ധം. നമ്മുടെ പൂർവികർ എങ്ങനെയാണോ നാട്യശാസ്ത്രം എഴുതിയത്, എങ്ങനെയാണോ ആയുർവേദ മരുന്നുകളെ കുറിച്ച് എഴുതിയത്, എങ്ങനെയാണോ സംഗീതത്തിന്റെ താളവും രാഗവും അവരെഴുതിയത്, എങ്ങനെയാണോ നമ്മുടെ പൂർവികർ സപ്തസ്വരങ്ങൾ ഉണ്ടാക്കിയത്, എങ്ങനെയാണോ നമ്മുടെ പൂർവികർ വാദ്യ ഉപകരണങ്ങൾ ഉണ്ടാക്കിയത്, അതിനെ കുറെ കൂടി റിഫൈൻ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാമെന്നല്ലാതെ അതിൻ്റെ അടിസ്ഥാനമാണെന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ജ്യോതിഷത്തിൽ നമ്മുടെ പൂർവികർ വരാഹമിഹിരാചാര്യനും അതുപോലെയുള്ളവർ നൽകിയതിനെ അടിയുറച്ച് മനസ്സിലാക്കി അത് അവരുടെ കോൺട്രിബ്യൂഷനാണ്, അവരതിലേക്ക് എങ്ങനെയായി എത്തിയതെന്ന് ഇന്നും അജ്ഞാതമാണ്. അവർ പറഞ്ഞത് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു എന്ന രീതിയിൽ നമ്മൾ വിവരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജ്യോതിഷം ഒരു ശാപമാകുന്നതിന് പകരം, മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ഭീഷണിയാവുന്നതിന് പകരം, ഈ ചൊവ്വാദോഷം എന്ന് പറഞ്ഞും മകം പിറന്ന മങ്ക എന്ന് പറഞ്ഞും പൂരം പിറന്ന പുരുഷൻ എന്ന് പറഞ്ഞും ആയില്യക്കാരന് വാഹനയോഗം ഉണ്ടെന്നും പറഞ്ഞും കണ്ടകശനിയും ഏഴരശനി എന്ന് പറഞ്ഞും വേണ്ടതിനും വേണ്ടാത്തതിനും ഭയപ്പെടുത്തി ജാതകപ്പൊരുത്തത്തിൽ ഒന്നിനൊന്ന് കോൺട്രഡിക്ടറി ആയിട്ടുള്ള രാശിപ്പൊരുത്തവും രാശ്യാധിപപ്പൊരുത്തവും സ്ത്രീദീർഘപ്പൊരുത്തവും രജ്ജുപൊരുത്തവും വേദപ്പൊരുത്തവും നക്ഷത്രപ്പൊരുത്തവും യോനിപ്പൊരുത്തവും ഗണപ്പൊരുത്തവും എല്ലാം ഒന്നിനൊന്ന് കോൺട്രഡിക്ടറി ആണെന്നൊന്നും ചിന്തിക്കാതെ അതിൽ അവനവൻ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകി നല്ല നല്ല വിവാഹാലോചനകളെ മുടക്കി മുമ്പോട്ട് പോകുന്നതിന് പകരം നല്ല മാർഗനിർദ്ദേശം കൊടുക്കുന്ന രീതിയിൽ ഒരു ഡോക്ടറെ പോലെയോ ഒരു കൗൺസിലിംഗ് ഏജന്റിനെ പോലെയോ ഒരു മനഃശാസ്ത്രജ്ഞനെ പോലെയോ ആകാൻ ജ്യോതിഷം നല്ലവണ്ണം പഠിച്ചവര്, മുറിവൈദ്യന്മാരല്ല, അല്പസ്വല്പം പഠിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാകാതെ നല്ലവണ്ണം പഠിച്ച് എത്രത്തോളം സാധിക്കുമോ അത്രയും നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ തീർച്ചയായിട്ടും ജ്യോതിഷം ലോകത്തിന് അനുഗ്രഹമായിരിക്കും. ജ്യോതിഷം എന്നുള്ളത് മാത്രമല്ല, ഈ അത്യന്താധുനിക ലോകത്തില് ഈ ഫ്ലാറ്റ് സമ്പ്രദായവും 2 സെന്റും 3 സെന്റും 4 സെന്റുമുള്ള വീടുകളിലും വാസ്തുവിദ്യ പഴയതുപോലെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധങ്ങളൊന്നും മനസ്സിലാക്കാതെ പണ്ട് ഏക്കർ കണക്കിന് ഭൂമിയിൽ ചെറിയ വീട് വയ്ക്കുമ്പോഴുള്ള നിയമങ്ങൾ ഇപ്പോഴും പ്രാവർത്തികമാക്കിയാൽ വാസ്തുവിദ്യ ശാപമാവും. അതുപോലെ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ വൈദവ്യദോഷമുണ്ടെന്നും ചേരാത്ത ജാതകത്തെ ചേർത്താൽ വേണ്ടാത്ത വാക്കുകൾ ഉപയോഗിച്ച് ഭയപ്പെടുത്തുന്ന വിധത്തിൽ ജ്യോതിഷന്മാർ പെരുമാറിയാൽ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരും ലോകത്തിന് തന്നെ, ഭാരതത്തിന് തന്നെ, കേരളത്തിന് തന്നെ, ഓരോ സമൂഹത്തിനും ഒരു ശാപമായി തീരുമെന്നും ഞാൻ ആ സദസ്സിൽ വിവരിക്കേണ്ടായി. അത്ഭുതകരമായ വസ്തുത,
ധാരാളം കമ്മ്യൂണിസ്റ്റുകാർ അതിൽ പങ്കെടുത്തിരുന്നു. വഞ്ചിയൂര് നടന്ന ഈ സമ്മേളനത്തിൽ ധാരാളം കമ്മ്യൂണിസ്റ്റുകാർ, ശാരീരികമായിട്ട് തീരെ വയ്യാത്ത അവസ്ഥയാണെങ്കിലും ഒരു ഉജ്ജ്വല അധ്യാപകനായിട്ടുള്ള ഡോക്ടർ ധർമ്മരാജയ്യര് വഞ്ചിയൂരിലെ അദ്ദേഹം നിർബന്ധമായിട്ടും വിളിച്ചതനുസരിച്ചിട്ട് പോയി. ഞാൻ ഈ വിവരണങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് ഇന്ന് വിളിച്ച് ഞാൻ വീണ്ടും പറഞ്ഞു, ഒരു ദിവസം ഞാൻ വരാം. ജ്യോതിഷത്തെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല, ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം. അറിവില്ലായ്മ മറ്റുള്ളവനൊരു പ്രശ്നമാവരുത്. എൻ്റെ അറിവില്ലായ്മ എനിക്ക് പ്രശ്നമാവുന്നത് കൊണ്ട് കുഴപ്പമില്ല. എൻ്റെ അറിവില്ലായ്മ കേട്ട് മറ്റുള്ളവർ ഭയപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഏതായാലും 10-45 മിനിറ്റ് നീണ്ടു നിന്ന എൻ്റെ ശരീരത്തിന് താങ്ങാവുന്ന അത്രയുള്ള ക്ലാസ് അത് വളരെ ധന്യമായിട്ട് അവിടെ ഉള്ളവരെടുത്തു എന്നുള്ളത് സന്തോഷം തോന്നി. നിങ്ങൾക്കും അത് ഈ വരികൾ പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. പ്രണാമം, നമസ്കാരം.